Hi all, good evening and welcome to PsyQuesta. നമ്മുടെ MAPC സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് ഫ്രീ ക്ലാസ് ആണ്. നമ്മൾ കുറച്ച് ദിവസം ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കാം. ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ MPC 023യുടെയും 13യുടെയും ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ക്ലാസ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്ന പേപ്പർ കേട്ടോ. ആസ് യു ഓൾ നോ 3 പേപ്പേഴ്സേ വരുന്നുള്ളൂ. നമുക്ക് മൂന്നും കണക്റ്റഡ് ആണ്. ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്നത് ഈ 2-3യും 1-3 ആണ്. രണ്ടും തെറാപ്പീസ് ആണ് വരുന്നത്. അപ്പോ ഈ പേപ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് സ്പെഷ്യലൈസേഷനിൽ തന്നെ തുടങ്ങാം. അതായത് എന്താണ് കൗൺസിലിംഗ് സൈക്കോളജി, എന്താണ് ക്ലിനിക്കൽ സൈക്കോളജി. രണ്ടും രണ്ട് സ്ട്രീമാണ് സൈക്കോളജിയുടെ. അതായത് രണ്ട് മെയിൻ സ്ട്രീംസ് എന്ന് പറയാം. ഒന്ന് ഇൻസൈറ്റ് ഉള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നവരും ഒന്ന് ഇൻസൈറ്റ് ഇല്ലാത്ത പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നവരുമാണ്. ഇത് രണ്ടും അറിഞ്ഞിരിക്കും. ഇപ്പം സൈക്കോളജിയുടെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കലാർക്ക് കൗൺസിലിംഗിന്റെ ക്ലാസ് കൊടുക്കും, കൗൺസിലിംഗുകാർക്ക് ക്ലിനിക്കലിന്റെ ക്ലാസ് കൊടുക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏതിലാണോ ഇനി മുന്നോട്ട് സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അതിലോട്ട് പോവാം. ആസ് യു ഓൾ നോ, MA നിങ്ങൾ ക്ലിനിക്കലിൽ സ്പെഷ്യലൈസ് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവില്ല. അതിനെന്ത് വേണം? MPhil ചെയ്യണം. സോ MPhilന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് രണ്ടിലേതാണെന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി സൈക്കോളജിയിൽ ഉണ്ടാക്കി തരും. എന്താണ് ഇൻസൈറ്റും ഇൻസൈറ്റ് ഇല്ല എന്ന് പറയുന്നത് ആദ്യം പറയാം. നമുക്ക് മെയിൻ ആയിട്ട് 2 കാറ്റഗറി ഓഫ് ഡിസോർഡർ ആണ്, മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആണ് വരുന്നത്. ആദ്യം അതിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂറോസിസ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സൈക്കോസിസ് ആണ്. ഈ ന്യൂറോസിസും സൈക്കോസിസും രണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അതായത് ഞാൻ അവിടെ തുടങ്ങാം കേട്ടോ. നമുക്ക് എന്നാലാണ് നമുക്ക് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുക. സെക്കൻഡ്, ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ന്യൂറോസിസും സൈക്കോസിസും എന്താണെന്നുള്ളത് കേട്ടോ. ഓക്കെ, psychosis and neurosis, a detailed overview. Psychosis and neurosis are 2 distinct psychological conditions that affect mental health differently. മെന്റൽ ഹെൽത്തിനെ ഡിഫറെന്റ് ആയിട്ട് ബാധിക്കുന്ന 2 ഡിസ്റ്റിങ്ക്ട് സൈക്കോളജിക്കൽ കണ്ടീഷൻസ് ആണ് സൈക്കോസിസും ന്യൂറോസിസും. While neurosis involves emotional distress without losing touch with the reality. കേട്ടോ, മെയിൻ ഈ റിയാലിറ്റി എന്ന പോയിന്റിലാണ് നിങ്ങൾ പിടിക്കേണ്ടത്. അതായത് ഈ ന്യൂറോസിസ് ഉള്ള ആൾക്ക് ഇപ്പം ഒരു വ്യക്തി പറയാണ്, എനിക്ക് കുറെ ദിവസമായിട്ട് ഉറക്കം കിട്ടുന്നില്ല, ഭയങ്കര തലവേദനയുണ്ട്, പ്രശ്നമുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആൾക്ക് അറിയാം ആൾ ആരാണെന്നും ആൾ എന്താണെന്നും ഒക്കെ അറിയാം. അതായത് ആൾക്ക് സ്ട്രെസ് കൂടിയിട്ടാണെന്ന് പോലും അറിയാം. അതായത് റിയാലിറ്റിയുമായിട്ട് ടച്ച് വിട്ടു പോകുന്നില്ല. ആൾക്കറിയാം ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, സ്ട്രെസ് ഉണ്ട്. അതേസമയം ആൾക്ക് ആൾ ആരാണെന്നും ആൾ എന്താണെന്നൊക്കെ ഉള്ള ബോധമുണ്ട്. ആൾക്ക് എന്തുകൊണ്ടാണ് ഇത് വന്നത്, സ്ട്രെസ് കാരണമാണെന്നും ഒക്കെ അറിയാം. ഇത് ന്യൂറോസിസ് ആണ്. പക്ഷേ ഗംഗ നാഗവല്ലി ആവുമ്പം ഗംഗയ്ക്ക് അറിയുന്നില്ല ഗംഗ നാഗവല്ലി ആവുന്നത്. നാഗവല്ലി നൃത്തം കളിക്കുന്നതും അല്ലെങ്കിൽ നകുലനെ ഉപദ്രവിക്കുന്ന ഒന്നും നാഗവല്ലിക്ക് അറിയാം. അവിടെ എന്താണ് റിയാലിറ്റിയുമായിട്ട് ടച്ച് പോകുന്നുണ്ട്. സൈക്കോസിസ്, സിവിയർ ഡിസോർഡർ ദാറ്റ് റിസൾട്ട് ഇൻ എ സിഗ്നിഫിക്കന്റ് ബ്രേക്ക് ഫ്രം റിയാലിറ്റി. കണ്ടോ, റിയാലിറ്റി ഉള്ള ഒരവസ്ഥ ന്യൂറോസിസ് ആണെങ്കിൽ റിയാലിറ്റി കട്ടായി പോകുന്ന ഒരവസ്ഥയാണ് എന്ത് സൈക്കോസിസ് എന്ന് പറയുന്നത്. Understanding the key different symptoms, courses and treatment approach can help in diagnosing and managing these conditions effectively. കണ്ടോ, നമ്മൾ എന്തൊക്കെയാണ് ഈ സൈക്കോസിസ് ന്യൂറോസിസ് നമ്മളെ ഡിഫറൻസ്, സിംറ്റംസിന്റെ വ്യത്യാസം, കോഴ്സസ്, ട്രീറ്റ്മെന്റ് അപ്രോച്ചുകളൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ അധികം നിർബന്ധമാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് ഈ ന്യൂറോസിസും സൈക്കോസിസും മനസ്സിലാക്കിയാലേ എന്താണ് കൗൺസിലിംഗ് സൈക്കോളജി, എന്താണ് ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരുള്ളൂ. ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് ന്യൂറോസിസ് ആണ്. എന്താണ് ന്യൂറോസിസ്? ന്യൂറോസിസ് ഇസ് മൈൽഡ് ടു മോഡറേറ്റ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ വെർ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ഇമോഷണൽ ഡിസ്ട്രെസ് ബട്ട് റിറ്റെയിൻ ഫുൾ അവയർനെസ് ഓഫ് റിയാലിറ്റി. കണ്ടോ, ഈ ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആണ്.
അവിടെ ഇൻഡിവിജ്വൽ എന്താണ്, ഇമോഷണൽ ഡിസ്ട്രസ് ഒരുപാട് ഉണ്ടായിരിക്കും, പക്ഷേ അവർ റിയാലിറ്റിയുമായിട്ടുള്ള ടച്ച് ഒരിക്കലും വിട്ടു പോകുന്നില്ല. ശ്രദ്ധിച്ചേ, മൈൽഡ് ടു മോഡറേറ്റ് മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ്, പക്ഷെ അവർക്ക് എന്താവുന്നില്ല, റിയാലിറ്റി കട്ടായി പോകുന്നില്ല, പക്ഷെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഇറ്റ് എഫക്ട്സ് തോട്ട്സ്, അതവരുടെ തോട്ട്സിനെ, ഇമോഷനെ, ബിഹേവിയറിനെ ഒക്കെ അഫക്ട് ചെയ്യും. ബട്ട് ഡസ് നോട്ട് ഇമ്പാക്ട് ദ അബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിയൽ ആൻഡ് ഇമാജിനറി എക്സ്പീരിയൻസ്. അതായത് അവർക്ക് ഹാലുസിനേഷൻ, ഡെല്യൂഷൻ, ഇല്യൂഷൻ പോലെയുള്ള റിയൽ ആണോ ഇമാജിനറി ആണോ എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ആ ഡിഫറൻസ് ന്യൂറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ന്യൂറോസിസിന്റെ സിംറ്റംസ് നോക്കിക്കേ. എക്സസീവ് വറി ഉണ്ടാവും, ഫിയർ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, ഇമോഷണലി ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും, മൂഡ് സ്വിങ്സ്, ഇറിറ്റബിലിറ്റി, ഓവർ തിങ്കിങ് ഉണ്ടാവും, റിമിനേഷൻ ഉണ്ടാവും, ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവും, ഫീലിംഗ് ഓഫ് ഇൻഅഡിക്വസി ഉണ്ടാവും, ഒബ്സസീവ് തോട്ട്സ് ആൻഡ് കമ്പൾസീവ് ബിഹേവിയർ, അതായത് OCD പോലെയുള്ള കാര്യങ്ങൾ വരാം, ഡിഫിക്കൽട്ടി ഇൻ കോപ്പിംഗ് വിത്ത് ഡെയിലി സ്ട്രെസ് ഉണ്ടാവും, ഫിസിക്കൽ സിംറ്റംസ് ആയിട്ടുള്ള ഹെഡ് ഏക്ക്, മസിൽ ടെൻഷൻ, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഉള്ളപ്പോഴും അവർക്ക് എന്തുണ്ടാവില്ല, റിയാലിറ്റിയുമായിട്ടുള്ള ടച്ച് വിട്ടു പോവില്ല. കോമൺ ടൈപ്സ് ഓഫ് ന്യൂറോസിസ് ആണെങ്കിൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഫോബിയ, PTSD, അതുപോലെ തന്നെ മൈൽഡ് ടു മോഡറേറ്റ് ഡിപ്രഷന്, ഡിപ്രസീവ് ന്യൂറോസിസ് ഒക്കെ വരുന്നത്, അതായത് മൈൽഡ് ടു മോഡറേറ്റ് റിയാലിറ്റി ടച്ച് വിട്ടു പോവാതിരിക്കുന്നതാണ് കോമൺ ടൈപ്സ് ഓഫ് ന്യൂറോസിസ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ന്യൂറോസിസ് വരാം? ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സും ആൻസൈറ്റി കൊണ്ട് വരാം, അൺറിസോൾവ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് വരാം, ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആയിട്ട് വരാം. അത് അച്ഛനമ്മയ്ക്കൊക്കെ ഇങ്ങനത്തെ ന്യൂറോസിസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് കുറെ കാലമായിട്ട് ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ആണ് ചൈൽഡ്ഹുഡിൽ, എസ്പെഷ്യലി ചൈൽഡ്ഹുഡിൽ സെക്ഷൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ് ഒക്കെ സംഭവിച്ചാൽ ന്യൂറോസിസിലേക്ക് എത്തിക്കാം. നെഗറ്റീവ് ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ്, നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരാം. ഡിസ്ഫങ്ഷണൽ ഫാമിലി ഓർ വർക്ക് എൻവയോൺമെന്റ് കാരണം വരാം. ഇതൊക്കെയാണ് വരുന്നത്. ഇനി ന്യൂറോസിസിന് നമ്മള് കൗൺസിലിംഗ് മതി, നോട്ട് നോർമൽ കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, അതായത് മൈൽഡ് ടു മോഡറേറ്റ് മെന്റൽ ഹെൽത്ത് കണ്ടീഷന് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് മാത്രം മതി, അതായത് സൈക്കോതെറാപ്പി മാത്രം മതി. തെറാപ്പി എന്നാട്ടോ പറയാം, സൈക്കോതെറാപ്പി മാത്രം മതി. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, കൗൺസിലിംഗ് എന്ന് പറയുന്നതും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി രണ്ടാണ്. കൗൺസിലിംഗ് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ വഴി കൂടെ പോകുന്നവർക്കൊക്കെ കൗൺസിലിംഗ് ചെയ്യും. നമ്മളോട് സാരമില്ല, അത് വിധിയാണ്, നീ ഇപ്പൊ ഇങ്ങനെ വിഷമിച്ചിരിക്കില്ല, നിനക്കൊരു ജോലി ഉണ്ട്, നീ മക്കളെ ജോലി നോക്കാൻ നോക്ക്, കുറച്ചു കാലം സങ്കടം ഉണ്ടാവും, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് സംസാരിക്കാം, നമുക്ക് നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം എന്ന് പറയുന്ന, അവര് പറയുന്നത് കേട്ടിരിക്കുന്നതോ അവരെ സമാധാനിപ്പിക്കുന്നതോ കൗൺസിലിംഗ് ആണ്. അതെങ്ങനെ? ഇപ്പൊ ആ മരിച്ച ഉടനെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എന്തുണ്ടാവും? ഡെഫിനറ്റ്ലി നമുക്ക് സങ്കടം വരും, അത് നോർമലാണ്. ഈ സങ്കട പീരീഡിനെ നമ്മൾ ഗ്രീവൻസ് പീരീഡ് എന്നാണ് പറയാ. അതായത് നമുക്കൊരു അപകടമോ അല്ലെങ്കിൽ ഒരു ട്രോമയോ അല്ലെങ്കിൽ ഒരു ലോസ് ഓഫ് എ ലൗഡ് വൺ, ഒരു ജോലി നഷ്ടപ്പെടാം, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, ഒരു ബാഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചാൽ ഒരു 1, 2, 3 ആഴ്ച നമുക്ക് വിഷമം വരും. അത് കോമൺ ആണ്. ആ സമയത്ത് നമുക്ക് ചുമ്മാ സംസാരിച്ചിരുന്നു. ഇപ്പൊ നമ്മളടുത്തൊക്കെ വരുന്ന എല്ലാവർക്കും നമ്മൾ തെറാപ്പി കൊടുക്കൂല. ചിലപ്പോൾ അവര് പറയുന്നത് കേട്ടിരിക്കുക, അവർക്ക് കുറച്ച് സജഷൻസ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെ കൗൺസിലിംഗ് ആണ്. പക്ഷേ ഈ 1, 2 ആഴ്ചയില്ല, 6 മാസമായിട്ട് ഈ സങ്കടം മാറുന്നില്ല, കൂടി വരികയാണ്. അത് ഡെയിലി ലൈഫിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടെ സാരില്ല പോട്ടേന്നോ ഞാൻ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് സിംപ്റ്റമാറ്റിക് ആയി കഴിഞ്ഞു. അതായത് ഉറക്കം കിട്ടുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഓവർ തിങ്കിങ് ആണ്. അതായത് നമുക്ക് ഒരു പ്രോബ്ലം സംഭവിച്ച് 1, 2 ആഴ്ച വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാവുന്നത് നോർമലാണ്. നേരെ മറിച്ചത് 6 മന്ത്സ് അല്ലെങ്കിൽ ഒരു 3 മന്ത്സിലപ്പുറമായി കൂടി വരികയാണ്. നമുക്ക് ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്തായി? സിംപ്റ്റമാറ്റിക് ആയി. ഈ സിംപ്റ്റമാറ്റിക് ആവുമ്പോൾ അവിടെ വേണ്ടത് സൈക്കോതെറാപ്പി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണ്.
ഓക്കെ ആണല്ലോ. മെയിൻ ആയിട്ട് കൊടുക്കുന്നത് CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആൻഡ് ഐ ആം എ പ്രൗഡ് CBT സ്പെഷ്യലിസ്റ്റ്. അവിടെ നെഗറ്റീവ് തോട്ട്സ് പാറ്റേൺസ് ഒക്കെ മാറ്റാനാണ് സഹായിക്കുന്നത്. റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കാം, യോഗ, മെഡിറ്റേഷൻ, JPMR പോലെയുള്ള മെഡിക്കേഷൻസ് ഈ ന്യൂറോസുകാർക്ക് സിവിയർ മോഡറേറ്റ് ആയി കഴിഞ്ഞാൽ, അത് മോഡറേറ്റ് എന്നും അപ്പുറത്തേക്ക് വിട്ടാൽ മാത്രമേ നമ്മൾ മെഡിസിനിലേക്ക് പോകാറുള്ളൂ. മൈൽഡ് ടു മോഡറേറ്റിന് ഒരു തുടക്കകാലമൊക്കെ ആണെങ്കിലും സൈക്കോതെറാപ്പി മാത്രം മതി. ഈ ഒരു മോഡറേറ്റ് ടു സിവിയർ എന്നുള്ള കണ്ടീഷനിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ മെഡിക്കേഷനിലേക്ക് പോവാം. ഇപ്പൊ അടുത്ത ദിവസം എനിക്കൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര കരച്ചിൽ, ഡെത്ത് ആൻസൈറ്റി ആണ്. അപ്പൊ ആൾക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല. മാം, എനിക്ക് എന്റെ ഉമ്മ മരിച്ചു പോകുന്ന പേടിയാണ്, ഞാൻ മരിച്ചു പോകുന്ന പേടിയാണ്, എനിക്ക് മരണത്തിന്റെ തോട്ട് തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോ റീസെന്റ് കുടുംബത്തിലൊരു ഡെത്ത് ഉണ്ടായിട്ടുണ്ട്, ആള് പേടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഷിവറിങ് ഉണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു എവിടെയോ ഒരു റിയാലിറ്റി പോയ പോലെ ഒരു ഫീലിംഗ്. എന്നാ ആള് ഓക്കെ ആയിട്ട് കുറെ സംസാരിച്ചു. അപ്പൊ എനിക്ക് മരുന്നൊന്നും വേണ്ട മാം, എനിക്ക് മാം കൗൺസിലിംഗ് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ചെയ്തു, 2 ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ കൗൺസിൽ ചെയ്തു. ഞാൻ പറഞ്ഞു 2 ദിവസം നമുക്ക് നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യൂ, ഇയാൾ എന്തൊക്കെ തോട്ട്സ് ആണ് വരുന്നത് മോണിറ്റർ ചെയ്യൂ. അതുപോലെ റിലാക്സേഷൻ ടെക്നിക് ഒക്കെ കൊടുത്തു, JPMR പോലെയുള്ള റിലാക്സേഷൻ ടെക്നിക് ഒക്കെ കൊടുത്തിട്ട് വീട്ടിലോട്ട് വിട്ടു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് രാത്രി കഴിഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ആ റിലാക്സേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആൾക്ക് തീരെ പറ്റുന്നില്ല, ബാത്റൂം പോകണമെങ്കിൽ ഞാൻ വേണം, എല്ലാത്തിനും ഞാൻ വേണം, ഭയങ്കര കരച്ചിലാണ്, വിറച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം വന്നപ്പോൾ അന്നത്തിലും ബേസ്റ്റ് ആയിട്ടുണ്ട്, വിറച്ചോണ്ടിരിക്കുകയാണ്, കരഞ്ഞോണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ടുള്ള തോട്ട്സ് ആളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനിപ്പം എനിക്ക് കൗൺസിൽ ചെയ്താൽ ശരിയാവില്ല, തെറാപ്പി നമുക്ക് പിന്നെ മെഡിസിന് ശേഷമേ ഇനി കൊടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം ആൾക്ക് എന്താ പറയാ, ഫിസിക്കൽ സിംറ്റംസ് കൂടെ വരുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ റിയാലിറ്റി എവിടെയോ കട്ടാവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് റെഫറൽ ലെറ്റർ കൊടുത്തു, നമ്മുടെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം സൈക്കോട്ടിക്സ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു 3 ആഴ്ച മരുന്ന് കഴിച്ചിട്ട് നമുക്ക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മരുന്ന് കൊണ്ട് ഒരു മാനസിക രോഗവും മാറില്ല. എങ്ങനെയാണ് ഒരു മരുന്ന് കൊണ്ട് നമുക്ക് നമ്മുടെ മാനസിക രോഗം മാറ്റാൻ പറ്റുക? അപ്പൊ നിങ്ങൾ ഒരു മരുന്ന് കൊണ്ട് എന്താണ്, അതായത് ഹോർമോണൽ ഇംബാലൻസ്, ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ്, ഇതൊക്കെ ബാലൻസ് ആക്കാനാണ് മരുന്ന് കൊടുക്കുന്നത്. സിവിയർ ആകുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഇംബാലൻസ് ആവും. ഒരു തുടക്കകാലം മൈൽഡ് ടു മോഡറേറ്റ് സമയത്ത് നമുക്ക് എന്ത് മാത്രം മതി, സൈക്കോതെറാപ്പി മാത്രം മതി. ഓക്കെ ആണല്ലോ. അപ്പൊ മെഡിക്കേഷൻസ് ഇഫ് നീഡഡ് കൊടുക്കുക, ആന്റി ഡിപ്രസൻസോ ആന്റി ആൻസൈറ്റി ഡ്രഗ്സോ ആണ് കൊടുക്കുക. പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്, ഹെൽത്തി ഡയറ്റ്, റെഗുലർ എക്സസൈസ്, അഡിക്വേറ്റ് സ്ലീപ്പ് ഒക്കെയാണ് ഈ ന്യൂറോസിസ് ഉള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുക. അതായത് റിയാലിറ്റിയുമായിട്ട് ടച്ചുള്ള എന്നാൽ സിവിയർ ആയിട്ടുള്ള ഇമോഷണൽ ഡിസ്ട്രെസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ് ന്യൂറോസിസ്. മൈൽഡ് ടു മോഡറേറ്റ് ആയിരിക്കും ന്യൂറോസിസ്. ഓക്കെ ആണോ? എല്ലാരും പറഞ്ഞേ. ഓക്കെ ആണോ? രണ്ടാമത്തത് സൈക്കോസിസ് ആണ്. What is psychosis? Psychosis is a severe mental disorder characterized by a loss of contact with the reality. റിയാലിറ്റിയുമായിട്ടുള്ള ടച്ച് വിട്ടു പോകുന്ന അവസ്ഥയാണ് സൈക്കോസിസ് എന്ന് പറയുന്നത്. അതായത് ഹാലൂസിനേഷൻ, ഡെലൂഷൻ. ഇൻഡിവിജ്വൽസ് വിൽ സൈക്കോസിസ് എക്സ്പീരിയൻസ് ഹാലൂസിനേഷൻ, ഡെലൂഷൻ. ഇത് രണ്ടെണ്ണമാണ് കേട്ടോ മെയിൻ. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്ന അവസ്ഥയ്ക്കാണ് ഹാലൂസിനേഷൻ എന്ന് പറയാം. അത് 5 ടൈപ്പ് ഹാലൂസിനേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഹാലൂസിനേഷൻ കാണാത്തത്, ഇല്ലാത്തത്. ഇപ്പൊ ഞാൻ ജിന്നിനെ കണ്ടു, അല്ലെങ്കിൽ ഇവിടെ ജിന്നി ഇരിപ്പുണ്ട്, യക്ഷി ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണുന്നൊക്കെ പറഞ്ഞ വിഷ്വൽ ഹാലൂസിനേഷൻ ആണ്. ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ട്, കേൾക്കാം. അതിൽ 3 ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ട്. അതായത് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. 3 ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ട്. എന്റെ തന്നെ ചിന്തകൾ ഞാൻ കേൾക്കുക, അതാണ് പ്രൈമറി ഓഡിറ്ററി ഹാലൂസിനേഷൻ. വേറൊരാൾ എന്നോട് സംസാരിക്കുന്ന പോലെ കേൾക്കുക, അത് സെക്കൻഡറി ഓഡിറ്ററി ഹാലൂസിനേഷൻ. 2 പേര് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുക, അത് ടെറിഷറി ഓഡിറ്ററി ഹാലൂസിനേഷൻ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്തതാണ് കേൾക്കുക, അതായത് അങ്ങനെ സൗണ്ട് ഉണ്ടാവില്ല, നമ്മൾ അങ്ങനെ കേൾക്കുകയാണ്. മൂന്നാമത്തത്
ഓൾഫാക്ടറി ഹാലുസിനേഷൻ ആണ്. ഇല്ലാത്ത സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാം, ഓൾഫാക്ടറി ഹാലുസിനേഷൻ. നാലാമത്തത് ഗസ്റ്റേറ്ററി ഹാലുസിനേഷൻ, ഇല്ലാത്ത ചൊവ നമ്മുടെ വായിൽ വരിക. അഞ്ചാമത്തത് ടാക്ടൈൽ ഹാലുസിനേഷൻ ആണ്, ടച്ച് പുഴുവരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുക എന്നുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ആണ് കേട്ടോ. ഇല്ലാത്തത് ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നതാണ് ഹാലുസിനേഷൻ. ഇനി ഡെലൂഷൻ. ഡെലൂഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഫോൾട്ടി അൺഷേക്കബിൾ ബിലീഫ്. ഫോൾട്ടി അൺഷേക്കബിൾ, എന്നെ ആരോ പിന്തുടരുന്നുണ്ടോ, പിന്നെ എന്നെ ആരോ കൊല്ലാൻ വരുന്നുണ്ട്, ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള, അതായത് തെറ്റായിട്ടുള്ള അടിയുറച്ച വിശ്വാസം, അതിനെയാണ് ഫോൾട്ടി അൺഷേക്കബിൾ ബിലീഫ് അല്ലെങ്കിൽ ഡെലൂഷൻ എന്ന് പറയാം. ഇതല്ലാതെ ഡിസോർഗനൈസ്ഡ് തിങ്കിങ്, പരസ്പര ബന്ധമില്ലാണ്ട് ചിന്തിക്കുക, സംസാരിക്കുക, ഇതൊക്കെ എഫക്ട് ചെയ്യും നമ്മുടെ എബിലിറ്റി ടു ഫങ്ഷൻ നോർമലി. അതായത് റിയാലിറ്റിയുമായിട്ട് ടച്ച് വിട്ടു പോയവരെയാണ് നമ്മൾ സൈക്കോസിസ് എന്ന് പറയാം. നമ്മുടെ സ്കിസോഫ്രീനിയ, മതിഭ്രമം, ചിത്തഭ്രമം, നട്ടഭ്രാന്ത് എന്നൊക്കെ പറയുന്നത്. എന്തൊക്കെയാണ് സൈക്കോസിന്റെ സിംപ്റ്റംസ് നോക്കിക്കേ. ഹാലൂസിനേഷൻ ഉണ്ട്, സീയിങ്, ഹിയറിംഗ് ഓർ ഫീലിംഗ് തിങ്സ് ദാറ്റ് ആർ നോട്ട് റിയൽ. ഓക്കെ. ഡെലൂഷൻ ഉണ്ട്, സ്ട്രോങ് ഫോൾസ് ബിലീഫ് ദാറ്റ് ആർ നോട്ട് ബേസ്ഡ് ഓൺ റിയാലിറ്റി. കണ്ടോ, റിയാലിറ്റി അല്ലാത്ത സ്ട്രോങ് ആയിട്ടുള്ള ഫോൾസ് ബിലീഫ്, അതാണ് ഡെലൂഷൻ. ഡിസോർഗനൈസ്ഡ് തിങ്കിങ് ഉണ്ട്, ഡിഫിക്കൽട്ടി ഇൻ മെയിൻറ്റെയിനിങ് ലോജിക്കൽ തോട്ട് പാറ്റേൺ. അപ്പൊ ഞാൻ രാവിലെ എണീച്ചിട്ട് ഞാൻ എണീക്കാണ്, കുറെ പല്ല് തേക്കണം, വാഷ്റൂമിൽ പോകണം, അത് കഴിഞ്ഞ് ചായ ഉണ്ടാക്കണം, മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണം, ഇതൊക്കെ ഡിസോർഗനൈസ്ഡ് തിങ്കിങ്. അപ്പോൾ എണീച്ചിട്ട് പറയാം, എനിക്കിപ്പോ അടുത്ത പറമ്പിൽ പോകണം, എന്നിട്ട് ചായ കുടിക്കാം, എന്നിട്ട് സ്കൂളിൽ പോവാം, എന്നിട്ട് മരത്തിൽ കയറാം. ഇതൊരു, ഞാൻ ചുമ്മാ പറയട്ടെ, ഡിസോർഗനൈസ്ഡ് തിങ്കിങ് ആണ്. പിന്നെ പാരനോയ, സംശയം, എക്സ്ട്രീം സസ്പീഷൻസ് ഓർ ഫിയർ ഓഫ് അതേഴ്സ്. സിവിയർ മൂഡ് ചേഞ്ച്, പൊട്ടിച്ചിരിക്കുക, അതേ സ്പീഡിൽ പൊട്ടിക്കരയാം. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഇൻസൈറ്റ്, ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ദ പേഴ്സൺ മേ നോട്ട് റിയലൈസ് ദേ ആർ എക്സ്പീരിയൻസിങ് എ മെന്റൽ ഡിസോർഡർ. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നായിരിക്കും അവർ പറയാം. ഇത്തരക്കാരാണ് സൈക്കോസിസ്. ഇവരെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ട്രീറ്റ് ചെയ്യുക. സൈക്കോസിന് തെറാപ്പി മാത്രം കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. സൈക്യാട്രിസ്റ്റ് ഇവർക്ക് മെഡിസിൻ കൊടുക്കും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇവർക്ക് തെറാപ്പി കൊടുക്കും. അതായത് ഐ എം എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് CBT തെറാപ്പിസ്റ്റ്. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ആർക്ക് തെറാപ്പി കൊടുക്കാൻ പറ്റില്ല, ഒരു ഇൻസൈറ്റ് ഇല്ലാത്ത. ഞാൻ പഠിച്ചിട്ടുള്ളത് ഇൻസൈറ്റ്, അതായത് റിയാലിറ്റിയുമായിട്ട് ടച്ചുള്ള ആൾക്കാർക്ക് തെറാപ്പി കൊടുക്കാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ക്ലിനിക്കലാർക്ക് ആർക്കാ തെറാപ്പി കൊടുക്കുക, ഇൻസൈറ്റ് ഇല്ലാത്തവർക്കാണ് തെറാപ്പി കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ഈ സെക്കൻഡ് ഇയറിലെ സ്പെഷ്യലൈസേഷൻ നിങ്ങൾ രണ്ടു കൂട്ടരും തെറാപ്പി പഠിക്കുന്നുണ്ട്. അത് തെറാപ്പിയുടെ ബേസിക്സ് ആണ്. അതിനുശേഷം ഇപ്പൊ MPhil, യു ആർ ഗോയിങ് ഫോർ MPhil ക്ലിനിക്കൽ സൈക്കോളജി, അവിടെ നമ്മൾ പഠിക്കുക ഈ ഇൻസൈറ്റ് ഇല്ലാത്തവർക്ക് തെറാപ്പി കൊടുക്കാൻ മാത്രമാണ്. ഇപ്പൊ ഞാൻ CBT സ്പെഷ്യലൈസ് ചെയ്തപ്പോൾ ഞാൻ എന്താ പഠിച്ചത്, ഇൻസൈറ്റ് ഉള്ളവർക്ക് CBT കൊടുക്കാൻ മാത്രമാണ്. ഇതാണ് മെയിൻ രണ്ട് ഡിഫറൻസ്. അതായത് ഒരു കൂട്ടർക്ക് എന്തുണ്ടാവും, റിയാലിറ്റിയുമായിട്ട് ഇൻടച്ച് ഉണ്ടാവും, ഒരു കൂട്ടർക്ക് റിയാലിറ്റിയുമായിട്ട് ഇൻടച്ച് ഉണ്ടാവില്ല. അപ്പൊ അവരാരൊക്കെയാണ്, സൈക്യാട്രിസ്റ്റ് മെഡിസിൻ കൊടുക്കുമ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തെറാപ്പി കൊടുക്കും. ഇൻ കേസ് ഓഫ് സൈക്കോസിസ് സിവിയർ എന്നാൽ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാവുകയാണെങ്കിൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ആണ്, ഒക്യുപേഷണൽ തെറാപ്പി, സൈക്കോ എഡ്യൂക്കേഷൻ, അതുപോലെ സൈക്യാട്രിക് നേഴ്സ് ആണ് മരുന്നും കാര്യങ്ങളും കൊടുക്കുക. ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, സൈക്യാട്രിക് നേഴ്സ്, ഈ 4 പേരും കൂടി ആയിരിക്കും ഇവരെ നോക്കുക. നേരെ മറിച്ച് മൈൽഡ് ടു മോഡറേറ്റ് മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ആയിട്ടുള്ള ന്യൂറോസിന് തെറാപ്പി മാത്രം മതി. അത് കൊടുക്കുന്നവരാണ് ആര്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നമ്മള് കോമൺ ടൈപ്സ് ഓഫ് സൈക്കോസിസ് ആണ്. സ്കിസോഫ്രീനിയ ഉണ്ട്, ബൈപോളാർ ഡിസോർഡർ ഉണ്ട്, സിവിയർ ഡിപ്രഷൻ, മൈൽഡ് ടു മോഡറേറ്റ് ഡിപ്രഷന് സൈക്കോതെറാപ്പി തന്നെ വന്നിട്ട്. പക്ഷെ സിവിയർ ഡിപ്രഷൻ വിത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ആണെങ്കിൽ അത് സൈക്കോസിസ് ആണ്. സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് ഉണ്ട്. മദ്യപാനം മൂലം മുതൽ ഒരുപാട് കാലം മദ്യപിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഹാലുസിനേഷൻ, ഡെലൂഷൻ ഒക്കെ വരുന്നത് കാണാം. പിന്നെ കഞ്ചാവ്, MDMA പോലെയുള്ള യൂസ് ചെയ്താലൊക്കെ വരുന്നത് കാണാം. അപ്പൊ അത് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് ആണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സൈക്കോസിസ് വരാം? ജനറ്റിക് ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ന്യൂറോ കെമിക്കൽ ഇംബാലൻസ്, ഈ ഇംബാലൻസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഡ്രഗ്സ് കൊടുക്കുന്നത്, അതായത് മരുന്ന് കൊടുക്കുന്നത്. ഈ ഇംബാലൻസ് ആയിട്ട് കിടക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനൊക്കെ നിയന്ത്രിക്കാനാണ് പല മരുന്നുകളും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ബ്രെയിനിന്റെ അബ്നോർമാലിറ്റി കാണാം. ഇപ്പൊ തലയടിച്ച് വീഴാണെങ്കിലൊക്കെ പിന്നെ പരസ്പരം എന്തെല്ലാം സംസാരിക്കുന്നതും ഒക്കെ കാണാം. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് കാണണം വരാം. പിന്നെ സിവിയർ ട്രോമ ഓർ സ്ട്രെസ്, ബ്രൂട്ടലി റേപ്പ് ചെയ്തിട്ട് അതിനുശേഷം സ്കീസോ വന്ന ആളുകളെക്കാൾ
ഈ 5 കാരണമാണ് പറയുന്നത്. കണ്ടോ, ട്രീറ്റ്മെന്റ് ഫോർ സൈക്കോസിസിൽ ആന്റി സൈക്കോട്ടിക് മെഡിക്കേഷൻ, സൈക്കോതെറാപ്പിയിൽ CBT ഫോർ സൈക്കോസിസ്, ഹോസ്പിറ്റലൈസേഷൻ ഇഫ് സിവിയർ, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയിലേക്ക് ECT എന്ന് പറഞ്ഞാൽ ഷോക്ക് കൊടുക്കാന്ന് അറിയില്ലേ, അതായത് മെഡിസിൻ ഒന്നും കൊടുത്തിട്ടും എഫക്ട് ചെയ്യില്ലെങ്കിൽ നമ്മൾ ഷോക്ക് കൊടുക്കും. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, അനസ്തേഷ്യ കൊടുത്തിട്ട് ഷോക്ക് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാല് ബ്രെയിൻ വേവ്സിനൊന്നും എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാനാണ്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഇനി ഞാൻ 2 കേസസ് എക്സാമ്പിൾ ആയിട്ട് പറയാം, ന്യൂറോസിസിനെയും സൈക്കോസിസിനെയും. ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്, ഹിയർ ആർ 2 കേസ് സ്റ്റഡീസ് ഇല്ലുസ്ട്രേറ്റിംഗ് ഹൗ ന്യൂറോസിസ് ആൻഡ് സൈക്കോസിസ് എഫക്ട് ഇൻഡിവിജ്വൽ ഡിഫറെന്റ്ലി. ന്യൂറോസിസ് ആണ്. പ്രിയ, a 30-year-old woman from Kerala, is a successful school teacher ആണ്. However, she constantly worry about her students' performance. എപ്പോഴും കുട്ടികളുടെ പഠനത്തിന് അവരെ ടീച്ച് ചെയ്ത സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് വിചാരിച്ച ഭയങ്കര ടെൻഷനാണ്. Her family is well being ആലോചിച്ച ടെൻഷനാണ്. പുള്ളിക്കാരുടെ ഓൺ ഹെൽത്ത് ആലോചിച്ച ടെൻഷനാണ്. ഫ്രീക്വന്റ് ഹെഡേക്ക് ഉണ്ട്, മസിൽ ടെൻഷൻ ഉണ്ട്, ഡിഫിക്കൽട്ടി സ്ലീപ്പിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ സിംറ്റംസ് എന്താണ്? എക്സസീവ് വറിങ് അബൌട്ട് എവറിഡേ പ്രോബ്ലം, ടെൻഷൻ ആൻഡ് റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്, ട്രബിൾ സ്ലീപ്പിംഗ് ഡ്യൂ ടു ഓവർ തിങ്കിങ് ഉണ്ട്, റെക്കഗ്നൈസ് ദാറ്റ് ഹെർ തോട്ട്സ് ആർ ഇറാഷണൽ. അറിയാം ഈ ചിന്തിക്കുന്നൊക്കെ ഇറാഷണൽ ആണെന്ന്, ബട്ട് കനോട്ട് സ്റ്റോപ്പ്. നമ്മളടുത്ത പേഷ്യൻസ് വരുമ്പോൾ എപ്പോഴും പറയുന്ന മാം അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് പറയും, ആ ചിന്തിക്കാതിരുന്നൂടെ എന്ന് പറയും. ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടാ വരിക, നമ്മൾ ഇതിനെ വിളിച്ചു വരുത്തണമെന്നില്ല, തോട്ട്സ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ ഇവിടെയുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്? വറിയിങ്, ടെൻഷൻ, റെസ്റ്റ്ലെസ്നെസ്, സ്ലീപ്പിലൊക്കെ പ്രശ്നം. ഇവിടെ എന്താണ്? ആൾക്ക് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ആണ്. പ്രിയ സഫറിംഗ് ഫ്രം ന്യൂറോട്ടിക് ഡിസോർഡർ ബിക്കോസ് ഷീ റിമെയിൻസ് ഇൻ ടച്ച് വിത്ത് റിയാലിറ്റി. കണ്ടോ, അവളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഡെയിലി ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അവൾക്ക് ആരാണ് അവളെന്ന് എല്ലാം അറിയാം, ബട്ട് ഹെർ ആൻസൈറ്റി ഇന്റർഫിയർ ഡെയിലി ലൈഫ്. She know her worries are excessive but struggle to control them. അറിയാം ഇതൊക്കെ എക്സസീവ് ആണ്, പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്കാരിക്ക് നമ്മൾ CBT, റിലാക്സേഷൻ ഭയങ്കരമായിട്ട് പോവാണെങ്കിൽ മാത്രം നമ്മൾ മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. നേരെ മറിച്ച് രണ്ടാമത്തെ കേസ് നോക്കിക്കേ. Arun, a 25 years old engineering student, suddenly hear voice telling him his classmates are plotting against him. ആരോ ഇയാളോട് സംസാരിക്കുന്ന പോലെ തോന്നാണ്, നിന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ നിനക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. He believes his professors are part of a secret organization trying to fail him. വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രൊഫസേഴ്സ് ഒക്കെ അവരുടെ പിന്നെ സീക്രട്ട് ഏജന്റ്സ് ആണ് പ്രൊഫസേഴ്സ് ഒക്കെ. പാരനോയ കേട്ടോ, അവരൊക്കെ തന്നെ തോൽപ്പിക്കാൻ നോക്കാണ്. His parents notice that he has stopped attending college, neglect personal hygiene and talk to himself. കേട്ടോ, കോളേജിൽ പോക്ക് നിർത്തി, പേഴ്സണൽ ഹൈജീൻ കുളിയും നനയൊന്നും ഇല്ലാണ്ടായി, അയാളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ ഡെലൂഷൻ ഉണ്ട്, ഹാലൂസിനേഷൻ ഉണ്ട്, ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ഉണ്ട്, സോഷ്യൽ വിഡ്രോവൽ വന്നു, ഇൻസൈറ്റ് പോയി. ഇതെന്താണ്? സ്കിസോഫ്രീനിയ ആണ്. Arun symptom indicates psychosis because he has lost touch with reality, unlike Priya. പ്രിയക്ക് എന്താണ്? Who knows her worries and excessive. പുള്ളിക്കാരിക്ക് അറിയാം എനിക്ക് എക്സസീവ് വറിയാണ്, എനിക്ക് പേടി, പക്ഷെ അതൊക്കെ എക്സസീവ് ആണ്, പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. റിയാലിറ്റി ഉണ്ടായിരുന്നു പ്രിയക്ക്. അരുണത് ഇല്ല. Arun fully believe in his delusions and hallucination. ഇവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആന്റി സൈക്കോട്ടിക് മെഡിക്കേഷൻ, കോഗ്നിറ്റീവ് തെറാപ്പി ഫോർ സൈക്കോസിസ്, ഫാമിലി തെറാപ്പി. അത് ഫാമിലി മെമ്പേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിക്കവറിക്ക് വേണ്ടിയിട്ട്. അതായത് ഇവിടെ ആരുടെ ഫാമിലി മെമ്പേഴ്സിനും കൂടി നമ്മൾ തെറാപ്പി കൊടുക്കും. ഹോസ്പിറ്റലൈസേഷൻ ഇഫ് നീഡ്. കണ്ടോ, ഇപ്പൊ എല്ലാരും എന്ന് പറഞ്ഞ ഏകദേശം സൈക്കോസിസും ന്യൂറോസിസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ എന്ന് എല്ലാരും പറഞ്ഞേ. മനസ്സിലായി. ബാക്കിയുള്ളവരും കൂടെ പറയാമോ? എനിക്കൊന്ന് ഷെഫ മാത്രമാണ് പറയുന്നത്, ബാക്കിയുള്ളവരും കൂടെ ഫ്രീ ക്ലാസ് ആണെന്ന് വെച്ച് മിണ്ടാതിരിക്കരുതേ. സിനി, ശ്രുതി, ഷെരീഫ്, ഷെഫ പറഞ്ഞു, ഷബ്ന, സഫ്ന. മനസ്സിലായി മാം? മനസ്സിലായി മാം, മനസ്സിലാവുന്നുണ്ട് പറയുന്നത്. അപ്പൊ നിങ്ങള് കൗൺസിലിംഗ് അടുത്ത് എത്ര പേരാ ഉള്ളത്? ഞാൻ കൗൺസിലിംഗ് ആണ്. ക്ലിനിക്കൽ എടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാൻ ക്ലിനിക്കിലാണ് മാം. ഓക്കെ.
ക്ലിനിക്കൽ ആയിക്കോട്ടെ കൗൺസിലിംഗ് ആയിക്കോട്ടെ ഈ നിങ്ങൾക്ക് MPC 013 23 സെയിം ആണ്. നിങ്ങൾക്ക് ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. രണ്ടിലും ഈ തെറാപ്പീസിന്റെ ബേസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. അതായത് ഈ തെറാപ്പി എന്താണെന്ന് ആദ്യം, ഒരുപാട് തെറാപ്പീസ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്നാണ് ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ നാളെ മുതലുള്ള ക്ലാസ്സസിൽ നമ്മൾ അതായിരിക്കും വിശദമായിട്ട്, അതായത് ഫസ്റ്റ് ചാപ്റ്റർ രണ്ട് കൂട്ടർക്കും ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇത്ര നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിപ്പം സൈക്കോസിസും ന്യൂറോസിസും എന്താണ്, മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് കണ്ടീഷനെയാണ് നമ്മൾ ന്യൂറോസിസ് എന്ന് പറയുന്നത്. അതിന്റെ തെറാപ്പി തന്നെയാണ്, അതിന് നമ്മൾ കൊടുക്കുന്ന തെറാപ്പി എന്താണ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി ആണ്. അതിൽ നിന്ന് ഡിഫറെന്റ് ആണ് എന്ത്, നമ്മൾ സിവിയർ ആയിട്ടുള്ള സൈക്കോസിസുകാർക്ക് അവർക്ക് തെറാപ്പി മാത്രം പോരാ, എന്തും കൂടി വേണം, ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക. സോ നിങ്ങളിപ്പോ ക്ലിനിക്കൽ ആയിക്കോട്ടെ കൗൺസിലിംഗ് ആയിട്ട് രണ്ട് കൂട്ടരും എന്ത് പഠിക്കണം, എല്ലാ തെറാപ്പീസിന്റെയും ബേസിക്സ് പഠിക്കണം. അതാണ് ഈ സെക്കൻഡ് ഇയറിൽ ഒരു പേപ്പർ. ക്ലിനിക്കൽ ആർക്കാണെങ്കിൽ MPC 013, കൗൺസിലിംഗ് ആർക്കാണെങ്കിൽ MPC 023, രണ്ടും സെയിം ആണ്, ചാപ്റ്റേഴ്സ് വരെ സെയിം ആണ്. സോ രണ്ടും നമ്മൾ കവർ ചെയ്യണം. അതായിരിക്കും ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്ന പേപ്പർ. നമുക്ക് ഡെയിലി 2 ലൈവ് ക്ലാസ് ആണ് വരിക. രണ്ടാമത്തെ ലൈവ് ക്ലാസ് സൈക്കോളജിസ്റ്റ് മൈത്രേയി ആയിരിക്കും എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. അപ്പൊ മൈത്രേയുടെ പിന്നെ 1-2 ഫ്രീ ക്ലാസ് മാത്രമേ വരുന്നുള്ളൂ. എന്റെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഫ്രീ ക്ലാസ് ആയിട്ട് വരുന്നത്. ലോകത്തിലെ ആദ്യത്തെ സൈക്കോതെറാപ്പിയാണ്. ലോകത്തിലെ ആദ്യത്തെ സൈക്കോതെറാപ്പി ആയിട്ടുള്ള സൈക്കോ അനാലിസിസ് ആണ്. അതായത് അതുവരെ സൈക്കോളജി, സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് സ്ട്രക്ചറലിസം ഫങ്ഷണലിസം ഒക്കെ ഉണ്ടെങ്കിലും ആദ്യമായിട്ട് ലോകത്തൊരു സൈക്കോതെറാപ്പി വന്നത് സൈക്കോ അനാലിസിസ് ആണ്. ഫ്രോയിഡ് കൊണ്ടുവന്നതാണ്. ഫ്രോയിഡ് ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു, ഒരു ഞരമ്പ് രോഗ വിദഗ്ധനായിരുന്നു. പുള്ളിക്കാരെ നോക്കുമ്പോൾ കുറെ പേര് കൈ കുഴഞ്ഞിട്ട് വരുന്നു, കാല് കുഴഞ്ഞിട്ട് വരുന്നു, കണ്ണ് കാണാണ്ട് വരുന്നു. നോക്കുമ്പോൾ ഫിസിക്കൽ ഒരു സിംറ്റമും ഇല്ല, മനസ്സിന് എന്തോ പ്രശ്നം കൊണ്ട് ശരീരത്തിന് സാരമായിട്ട് ബാധിക്കാം, എന്നാൽ അവർ ഫേക്ക് ചെയ്യുകയും അല്ല. ഇത്തരത്തിലുള്ള രോഗത്തിനെ ഫ്രോയിഡ് എന്ത് വിളിച്ചു, ഹിസ്റ്റീരിയ എന്ന് വിളിച്ചു. അങ്ങനെ ഫ്രോയിഡ് എന്ത് ചെയ്യുകയാണെങ്കിൽ ന്യൂറോളജി വിട്ടിട്ട് സൈക്കോളജിയിലേക്ക് വരികയാണ്. അദ്ദേഹം ആദ്യമായിട്ട് മാനസിക രോഗത്തിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചികിത്സാ രീതി കണ്ടെത്താണ്. അതാണ് സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പം ഫ്രോയിഡിന്റെ ഒരു 3 ബേസിക് ക്ലാസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരും, സമയമുള്ളപ്പോ കേൾക്കാം. അത് കേട്ടാൽ നിങ്ങൾക്ക് അത്രയും തറവാവും ഞാൻ ഇനി എടുക്കാൻ പോകുന്നത്. കാരണം അത്രയും പറയാനുള്ള, പക്ഷെ ആ ഒരു ഫ്രോയിഡിനെ മെയിൻ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി ഈസിയാവും. ഞാൻ എന്തായാലും പറയും കേട്ടോ. പക്ഷെ ആ 3 ക്ലാസ്സസ് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ഞാൻ ഇന്ന് തന്നെ ഇട്ട് തരും. നാളെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങും. ഇപ്പൊ ഞാൻ പറഞ്ഞത് സൈക്കോസിസ് എന്താണ്, ന്യൂറോസിസ് എന്താണ്, ആരാർക്ക് തെറാപ്പി കൊടുക്കും എന്നുള്ള കാര്യം. എന്തായാലും തെറാപ്പി വേണം, ഏത് മാനസിക രോഗത്തിനും തെറാപ്പി വേണം. മൈൽഡ് ടു മോഡറേറ്റ് ന്യൂറോസിസിന് തെറാപ്പി മാത്രം മതി. അതിൽ മോഡറേറ്റ് ടു സിവിയർ ആവുന്ന സമയത്ത് നമ്മൾ മെഡിക്കേഷൻസ് പറയാറുണ്ട്. സിവിയർ ആവുമ്പോൾ അത് തെറാപ്പി കൊണ്ട് മാത്രം മാറില്ല. തെറാപ്പി പ്ലസ് മെഡിക്കേഷൻസ് പ്ലസ് അതർ ട്രീറ്റ്മെന്റ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം വേണ്ടി വരും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ് മാം. ഓക്കെ. അപ്പം ഒരു 9-10 പേര് നമുക്ക് ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളോട് ഞാനൊരു കോൾ ചെയ്യും. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രാവിലെയാണോ വൈകിട്ടാണോ കൺവീനിയന്റ് ആയിട്ടുള്ള സമയം ഇടുകയാണെങ്കിൽ നമുക്ക് ആ സമയം നോക്കി ക്ലാസ് വെക്കാം. ഈ ഒരാഴ്ച ഈ ചാപ്റ്റർ തീരുന്നവരെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ആയിരിക്കും. അതിന്റെ നോട്ട്സും ഞാൻ ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കി തരാം കേട്ടോ. ക്ലാസ് ഒക്കെ എങ്ങനെ മനസ്സിലായോ? മനസ്സിലായി മാം. നാളെയാണേലും ഈ ടൈമിലായിരിക്കും ക്ലാസ്. നാളെ ഈ ടൈമിലായിരിക്കുമോ ക്ലാസ്? ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം കേട്ടോ. ആ ഗ്രൂപ്പിൽ അറിയിക്കാം. ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ വീഡിയോ ഞാൻ പബ്ലിക് ആക്കും. കാരണം കുറെ പേര് നമ്മുടെ ക്ലാസ്സിനെ പറ്റി അറിഞ്ഞു വരുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് കേസ് ഓറിയന്റഡ് ആയിട്ട് കൊണ്ടുപോകാനാണ്
കഴിഞ്ഞ വർഷം വരെ നമ്മൾ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഈ വർഷം മുതൽ നമ്മൾ MAPC സെക്കൻഡ് ഇയർ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യാനുള്ള പ്ലാനിലാണ്. കുറച്ചുകൂടി കേസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പിനൊക്കെ വരുമ്പം എന്നോട് റിക്വസ്റ്റ് ചെയ്ത കാര്യമാണ്. സോ ആ രീതിക്കായിരിക്കും നമ്മൾ ക്ലാസ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഡെയിലി നമ്മൾ റെഗുലർ ക്ലാസ് ഡെയിലി 2 സെഷനാണ്. ഒരെണ്ണം ഈവനിങ്ങും ഒരെണ്ണം രാത്രിയുമാണ് നമ്മൾ വിചാരിക്കുന്നത്. പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജോയിൻ ചെയ്ത കുട്ടികളുടെ അനുസരിച്ചിട്ടായിരിക്കും. ഒരുപാട് കുട്ടികളെ നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഉള്ള കുട്ടികളെ വളരെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അതായത് ക്ലാസ് എടുക്കുന്ന ഞങ്ങൾ എല്ലാവരും പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് ആണ്. സോ കേസസ് വെച്ചിട്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. അത് നിങ്ങൾക്ക് വരും ക്ലാസ്സുകളിൽ. ഹലോ മാഡം, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഈ ഓൾറെഡി ക്ലിനിക്കൽ സൈക്കോളജി എടുത്ത ആൾക്ക് കൗൺസിലിംഗ് സൈക്കോളജിയിലേക്ക് മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അയ്യോ, ആ സ്ട്രീം മാറാൻ എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറയുകയാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ മാറാൻ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ഒന്ന് നമ്മുടെ ഇതിനോടെ കോർഡിനേറ്ററോട് ചോദിച്ചു നോക്കിയിട്ട് പറയാം. പിന്നെ സൈക്കോസ്റ്റയിൽ വന്ന പ്രത്യേകത ഉണ്ട്. സൈക്കോസ്റ്റയിൽ വന്നാൽ നിങ്ങൾക്ക് ക്ലിനിക്കലിന്റെ ക്ലാസ്സും നമ്മൾ തരും, കൗൺസിലിംഗിന്റെ ക്ലാസ്സും നമ്മൾ തരും. അത് 2 ക്ലാസ്സും നമ്മൾ അവൈലബിൾ ആക്കും കേട്ടോ. അതായത് ക്ലിനിക്കലാര് കൗൺസിലിംഗും പഠിക്കണം, കൗൺസിലർമാര് ക്ലിനിക്കലും പഠിക്കണം എന്നാണ് ഞങ്ങൾക്കുള്ള ഒരു അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങൾ 2 ക്ലാസ്സും ഞങ്ങളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ശരി, അപ്പോ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നാളെ ഞാൻ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ. Thank you, ma'am.